ഈ വർഷം 30 പുതിയ ഷോറൂമുകളും 5000 തൊഴിലവസരങ്ങളും ഒരുക്കുമെന്ന് മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി. ബിസിനസ് വ്യാപനത്തിന് പുറമെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുകയാണ് മൈജിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. മൈജിയുടെ പുതിയ പദ്ധതികളെക്കുറിച്ച് കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളിയുടെ അഭിമാനമായി മലയാളിയുടെ സ്വന്തം ബ്രാൻഡ് എന്ന രീതിയിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് രംഗത്ത് ഉയർന്ന നിലയിലേക്ക് കുതിക്കുകയാണ് മൈജി. മലയാളിക്ക് ഡിജിറ്റൽ ഗാഡ്ജറ്റ് രംഗത്ത് ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല നിരവധിയായ തൊഴിലവസരങ്ങൾ കൂടി അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. മൈജിയുടെ പുതിയ പദ്ധതികളെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ചെയർമാൻ AK ഷാജി കേരള വിഷൻ ന്യൂസിനോട്. ഷാജിക്ക്, പുതുതായിട്ട് ഇനിയിപ്പോൾ 30 ഷോറൂമുകൾ വരുന്നു. 30 ഷോറൂമുകൾ വരുന്നു എന്ന് പറയുമ്പോൾ മൈജിയുടെ നേട്ടം മലയാളികൾക്ക് അഭിമാനമാകുന്ന മറ്റൊരു തരത്തിലാണ് 5000 തൊഴിലവസരങ്ങൾ. അതേക്കുറിച്ച് എന്താ പറയുന്നത്? വലിയ സന്തോഷമുണ്ട്. 2024-25 കേരളത്തിൽ മാത്രം 30 ഷോറൂമുകൾ തുടങ്ങാമെന്നുള്ളതാണ്. അതുവഴി ഏകദേശം 5000-ഓളം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുമെന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. മെയിലേക്ക് കടക്കുമ്പോൾ അത് 7ാമത്തെ ഷോറൂമിലേക്ക് ഈ വർഷം തന്നെ, ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ കടക്കുന്നു. 7ാമത്തെ ഷോറൂം ഇപ്പം കണ്ണൂരിൽ വരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു ഷോറൂമുള്ളൂ അല്ലത്? അതെ, മെയ് 4 മഞ്ജു വാര്യരും ടൊവിനോ തോമസാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളെ ഏറ്റവും വലിയ ഷോറൂംസാണത്. അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾ ഇതേപോലെയുള്ള വലിയ ഷോറൂംസുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ 30ഉം അതിൻ്റെ കൂടെയാണോ ഈ ഹെഡ് ക്വാർട്ടേഴ്സ്? അതുൾപ്പെടെയാണോ ഈ ഹെഡ് ക്വാർട്ടേഴ്സ്? അതുൾപ്പെടെയാണ്, തീർച്ചയായിട്ടും 30 ഷോറൂമുകൾ ഉൾപ്പെടെയാണ്. 3 കോൺസെപ്റ്റിലാണ് ഞങ്ങളത് പോകുന്നത്. അപ്പോൾ എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലും ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഷോറൂംസുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. പലപ്പോഴും മൈജി ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ പ്രവാസികളായ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും ഷാജിക്കായിട്ടും ചോദിച്ചിട്ടുണ്ടാവും, ഈ എപ്പോഴാണ് മൈജി ഗൾഫിലേക്ക് വരിക എന്നുള്ളത്, GCC രാജ്യങ്ങളിലേക്ക്, ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്? തീർച്ചയായിട്ടും കേരളത്തിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഡ്രീം എന്ന് പറയുന്നത് 150 ഷോറൂമുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. മൈജിക്ക് ഇപ്പോൾ കേരളത്തിൽ 116 ഷോറൂമുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വർഷം, ഈ ഫിനാൻഷ്യൽ കൊണ്ട് തന്നെ 150ലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്തേക്കും അടുത്ത കൺട്രിയായ GCCയിലൊക്കെ ഞങ്ങൾ വരാൻ പോകുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും അനുഗ്രഹം വേണം. പുതിയ സാമ്പത്തിക വർഷം ടേൺ ഓവറായിട്ട് എത്രയാണ് ലക്ഷ്യമിടുന്നത്? ഒപ്പം തന്നെ നമ്മുടെ ഉപഭോക്താക്കൾക്ക് മൈജി നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം? ഉപഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതലുള്ള ഓഫേഴ്സ് എന്ന് പറയുന്നത്, മൈജി ഇത്രയും വലിയൊരു ടേൺ ഓവർ ഡയറക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സുകളും നമ്മൾ കസ്റ്റമേഴ്സിനാണ് തിരിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ ഈ കേരള മാർക്കറ്റിന് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ സിറ്റീസിലും ഞങ്ങളെ ഷോറൂംസ് വരുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മൈജി മലയാളിയുടെ സ്വന്തം ഡിജിറ്റൽ ഗാഡ്ജറ്റ് ബ്രാൻഡായി ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും മൈജിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക, മലയാളിയുടെ സ്വന്തം ഡിജിറ്റൽ ഗാഡ്ജറ്റ് ബ്രാൻഡായി മാറ്റുക എന്നുള്ളത് തന്നെയാണ് മൈജിയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.